ആയിഷത്തുൽ ഷംന വിവരങ്ങളുമായി. ഷംന, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നാളെ റെഡ് അലേർട്ടാണ്. പാലക്കാട്ട് ഇന്ന് ഓറഞ്ച് അലേർട്ടുമുണ്ട്. നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? അതിശക്തമായ മഴ വന്നാൽ അതിനെ നേരിടാനൊക്കെയുള്ള മുന്നൊരുക്കങ്ങൾ എങ്ങനെയാണ്? അനുജ, നിലവിൽ രാത്രികാലങ്ങളിലാണ് പാലക്കാട് ജില്ലയിൽ മഴ ശക്തമാകുന്നത്. ഈ രാവിലെയൊക്കെ പെട്ടെന്ന് നല്ല വെയിലായിരിക്കും, പക്ഷെ പെട്ടെന്ന് പിന്നീട് അതിശക്തമായ മഴ പെയ്യുന്നു എന്നതാണ് സാഹചര്യം. പക്ഷേ രാത്രികാലങ്ങളായാൽ തുടർച്ചയായ അതിശക്തമായ മഴ തന്നെയാണ്, ഇടിമിന്നലോട് കൂടിയുള്ള മഴയാണ് പെയ്യുന്നത്. ഇതോടുകൂടി തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലായി ജലനിരപ്പ് പുഴയിലും ഡാമുകളിലൊക്കെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം മലമ്പുഴ ഡാമിന്റെ 4 ഷട്ടറുകൾ 30 സെന്റിമീറ്റർ വീതം ഉയർത്തിയിട്ടുണ്ട്. വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ കൂടുതലായതിന്റെ ഭാഗമായി അങ്ങനെ വരും ദിവസങ്ങളിൽ ഈ മഴ കൂടുതലായാൽ അതിനെ ചെറുക്കാനുള്ള എല്ലാ മാർഗങ്ങളും സ്വീകരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പകൽ സമയത്ത് മഴ ശക്തി കുറയുന്നു എന്നതൊരു ആശ്വാസം തന്നെയാണ്. എന്തായാലും ഈ വലിയൊരു നാശനഷ്ടം ഇതുവരെയും പാലക്കാട് ജില്ലയിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ചില ഇടങ്ങളിലൊക്കെ മതിലിടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് നിലവിൽ ഓറഞ്ച് അലേർട്ട് ആണെങ്കിൽ കൂടി അത്തരമൊരു ശക്തമായ മഴയൊന്നും ഇന്ന് പാലക്കാട് ജില്ലയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ നാളെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാലാവസ്ഥയാണ് പാലക്കാട് ജില്ലയിൽ. അതിശക്തമായ വെയിലാണെങ്കിൽ പിന്നീട് അടുത്ത സെക്കൻഡിൽ അത് മഴയായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. നിലവിൽ എന്തായാലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അത്തരമൊരു ഭയപ്പെടുത്തുന്ന സാഹചര്യം അല്ലെങ്കിൽ വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം നിലവിലില്ല. അനുജ, ശരി, നാളെയാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്ന് ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. നാളെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ്. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് വരും മണിക്കൂറുകളിൽ എന്നതാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.